Welcome back to Fabtech Media. പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ സെഗ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തതിൻ്റെ ബാക്കി സിമെൻറ്റിൻ്റെ ബോർഡുകൾ കുറേ അധികം നമുക്കിവിടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെറുതെ സാധാരണ എല്ലാവരും സിമെൻറ്റ് ബോർഡുകൾ ബാക്കി വന്നാൽ എല്ലാം ഒടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കതിൽ നിന്ന് മാറി നമുക്കിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ, ചെറിയ പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാകാം. ഭയങ്കര രസകരമാണ് അത്. എനിക്ക് തോന്നുന്നു 2 ദിവസത്തോളം നമുക്ക് എടുക്കും അത് ചെയ്തെടുക്കാൻ, മുഴുവനായിട്ട് കംപ്ലീഷൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പരിപാടി നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് സിമെൻറ്റ് ബോൾസിൻ്റെ പീസുകൾ വേണം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന, നിങ്ങൾ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ പീസുകൾ മാത്രം മതി. അതിനുവേണ്ടി പുതിയ ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും മേടിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു ബോർഡ് മേടിച്ച് ഇങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ആസ് യുവർ വിഷ്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഇതുപോലെ കുറേ ബോർഡുകൾ ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ കുറേ വർക്ക് കഴിഞ്ഞതിൻ്റെയാണ്. ഇനിയും കുറേ ബോർഡുകൾ ഇരിപ്പുണ്ട്. എന്നാൽ നമുക്ക് തൽക്കാലം ഇത്രയും ബോർഡിൻ്റെ ആവശ്യം മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ബോർഡിൽ നമുക്ക് പരിപാടികൾ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലെ കുറച്ച് ഡിസൈൻസൊക്കെ നമുക്ക് വരച്ച് കുറേ കാര്യങ്ങൾ എങ്ങനെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മെഷർമെൻറ്റ് കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് വരച്ച് വെക്കണം. വരച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ അതിനകത്ത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കത് ഏത് രീതി വേണമെങ്കിലും അത് അനുകരിക്കാവുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ ഉണ്ടാക്കാനുള്ള ആദ്യ നടപടിയിലേക്ക് പോകാം. നമ്മളിപ്പം ബോർഡ് കട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ബോർഡ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് ബോർഡ് കട്ട് ചെയ്യാൻ പോയാലും എന്ത് കാര്യം ചെയ്യാൻ പോയാലും അതിന് നമുക്ക് ബേസിക് ഒരു ഔട്ട്ലൈൻ വേണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3-4 പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊരു പാറ്റേണാണ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്യാൻ പോകുന്നുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ ഈ പേപ്പർ വരയ്ക്കുന്നുണ്ട്. വരച്ച് അത് കൺഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ബോർഡിൻ്റെ അതേ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ആ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ പാറ്റേണിൻ്റെ പ്രിൻറ്റ് അതുപോലെ തന്നെ ആ ബോർഡിലോട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന 8 പീസ് അല്ലെങ്കിൽ 10 പീസ് പോട്ടെ, 2 പീസ് ആയിക്കോട്ടെ, 2 പീസ് രണ്ട് മെഷർമെൻറ്റിലായിപ്പോൾ 2 അളവിലായിപ്പോൾ ഒരിക്കലും ഒരു തരത്തിൽ അതിന് മാച്ചിങ് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം വേണ്ട ബേസിക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പെൻസിൽ വേണം, ഒരു സ്കെയിൽ വേണം ലെവൽ പിടിച്ച് മാർക്ക് ചെയ്യാനായിട്ട്, പിന്നീട് പേപ്പർ കട്ട് ചെയ്യാനായിട്ട് ഒരു സിസറും വേണം. അതിൽ തന്നെ മെഷർമെൻറ്റ് ഓൾറെഡി സ്കെയിലേ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നമുക്കത് ഒന്ന് വരച്ച് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വരാം. പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഡയ മോഡലുകളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ വരച്ച് പേപ്പറിൽ അതിൻ്റെ മോഡലുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഈ മോഡലുകളൊക്കെ നമ്മൾ ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്യണം. ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഡയയുടെ മോഡലൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞ് ഇത് 1, ഫസ്റ്റ് 1, സെക്കൻഡ്, തേർഡ്,
ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ 5 ടൈപ്പിലുള്ള മോഡൽസാണ് ഇപ്പം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കേണ്ട ആ സാധനത്തിൻ്റെ പീസുകളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. പീസുകളൊക്കെ 3, 4 ഒക്കെ പീസുകൾ വെച്ചിട്ട് എല്ലാത്തിനും പല പല സ്റ്റൈലുള്ള പീസുകളൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒട്ടിക്കുക എന്നുള്ള പ്രോസസ്സാണ്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് 2 ഐറ്റംസ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫ്ലെക്സി ക്യൂക്ക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒട്ടുന്നൊരു പശയാണ്. അത് വെച്ച് തൽക്കാലം ഒന്ന് സ്പോട്ട് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ച് നിർത്താം. പിന്നെ അതിന് ശേഷം നമുക്ക് ലീക്ക് പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സിലിക്കോൺ. അപ്പോൾ ഈ 2 ഉപയോഗിച്ച് നമുക്കൊന്ന് ഒട്ടിക്കാം.
വീണ്ടും കുറേ നേരത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഫ്ലെക്സി ക്യൂക്ക് വെച്ച് ഒട്ടിച്ചിട്ടായിരുന്നു പോയത്. ഇപ്പോൾ നല്ല രീതിയിൽ അത് ടാക്ക് അടിച്ച പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിപ്പുണ്ട്. ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്, കണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു കാണും. അപ്പം ഇനിയിപ്പോൾ വേണ്ടത് ഇതിനകത്തൊക്കെ ഇതിപ്പോൾ എന്താണ് സംഭവം എന്ന് ഓൾറെഡി നിങ്ങൾക്ക് ഏകദേശം ഐഡിയ പിടിയിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ ഈ ചെടികളൊക്കെ വെക്കാനായിട്ട് നമ്മുടെ വീടിനകത്ത് തന്നെ ചെടിയും മറ്റു കാര്യങ്ങളൊക്കെ, ചെടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ചെടി സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും വളർത്താൻ അല്ലെങ്കിൽ അത് വീടിനുള്ളിൽ തന്നെ ഒരു അലങ്കാര വസ്തുവായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ സാധനം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ, ഈ സാധനമാണ് ഫ്ലവർ ബേസ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇനി ഇത് ജസ്റ്റ് ഇതിൻ്റെ അപ്ലൈ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കിനി കുറച്ച് പരിപാടിയും കൂടി ഇതിന് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഇത് ഇനിയിപ്പോൾ പറഞ്ഞ പോലെ സിലിക്കോണൊക്കെ നമ്മൾ വൃത്തിക്കാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ആഴ്ച വീഡിയോ, നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്ന വീഡിയോ, നിങ്ങൾ സിലിക്കോണിൻ്റെ ഒരു വീഡിയോ കണ്ട പോലെ തന്നെ നമ്മൾ ഇതിലൊക്കെ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് വൃത്തിക്ക് തന്നെ സിലിക്കോൺ ഈ ജോയിൻറ്റിലെല്ലാം ഒട്ടിച്ച് അകത്തെ ജോയിൻറ്റിലുമൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ പോകണം. അപ്പോൾ ഒട്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ പേപ്പർ ടേപ്പ് അല്ലെങ്കിൽ പർച്ചിൻ ടേപ്പ് എന്ന് പറയപ്പെടുന്ന 1 ഇഞ്ച് വീതിയുള്ള ടേപ്പ് എടുത്തിട്ടുണ്ട്. ടേപ്പ് എടുത്താൽ നിങ്ങൾക്ക് ചുറ്റും നമുക്കൊന്ന് ഒട്ടിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ തന്നെ നിങ്ങൾക്കിത് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഈ താഴത്തെ ഭാഗങ്ങളെല്ലാം പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തും റൗണ്ട് ചുറ്റും എടുക്കണം. അപ്പോൾ നമ്മുടെ ഒട്ടീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിനിപ്പം ഇതിൻ്റെയൊക്കെ തന്നെ അകവും ഈ പറഞ്ഞ പോലെ അകവും പുറവും എല്ലാം നമ്മൾ എല്ലാത്തിനെയും ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ച് നേരം ഇരുന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കളർ ചേഞ്ചിങ് എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഉണങ്ങിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതുവരെ ചെയ്ത ഈ പരിപാടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഇനി ഇതിന് കണ്ടിന്യൂഷൻ തുടർച്ചയായിട്ട് കുറച്ച് പരിപാടി ബാക്കിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിംഗ് ഉണ്ട്, കുറച്ച് ആർട്ട് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത സെഗ്മെൻറ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നത്. അപ്പം സെഗ്മെൻറ്റ് ഇച്ചിരി ലെങ്തി ആയതുകൊണ്ടാണ് 2 പാർട്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അടുത്ത വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ആ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരേക്കും സൈനിങ് ഓഫ് എബി ജോസഫ് ഫോർ ടെക്.